ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീട്ടിലെ എല്ലാവർക്കും പനി വന്ന് അട്ടപടല വീണിട്ടുണ്ട്. ആദ്യം എനിക്കായിരുന്നു തുടങ്ങിയത്. പിന്നീട് എനിക്ക് കുറേശ്ശെ മാറി വന്നപ്പോൾ അത് ഇത്താക്കും അനിയനും എല്ലാവർക്കും ആയിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ വന്നത് ഇച്ചിരി കടുത്തുപോയി. മൊത്തം ക്ഷീണവും വയ്യായ്മയൊക്കെയാണ്. അപ്പം കാലാവസ്ഥയുടെയൊക്കെ ഒരു മാറ്റം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. എല്ലാവരും തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിച്ച് സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പം ഞങ്ങളെ വീട്ടിലെ കറിവേപ്പില കേട്ടോ. അപ്പം ഇത് പൊട്ടിച്ചെടുത്ത് തന്നെ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ വാപ്പ ഓമനിച്ച് വളർത്തുന്ന കറിവേപ്പിലയാണ്. ഇതിന് മുമ്പ് വലിയൊരു കറിവേപ്പില മരം ഉണ്ടായിരുന്നു. എൻ്റെ വാപ്പ വെള്ളമൊക്കെ ഒഴിച്ച് വളമൊക്കെ ചെയ്ത് വളർത്തിയെടുത്ത് ഉമ്മയുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചാണ്. ഉമ്മ അതെല്ലാവർക്കും പിച്ചി കൊടുത്ത് ഇപ്പം അത് ഉണങ്ങിപ്പോയി ഗൈസ്. നമ്മൾ ചാമ്പ ചൂടത്ത് മൊത്തം പൊഴിഞ്ഞിറങ്ങുന്നുണ്ട്. ഒത്തിരി പിടിച്ചാണ് അതുപോലെ തന്നെ പൊഴിഞ്ഞിറങ്ങുന്നുണ്ട്. ഒരുപാട് തൂത്തൊക്കെ കളഞ്ഞു. അപ്പോൾ അത് നമ്മളെ മീൻകറി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് രസം ഉണ്ടാക്കാമെന്ന് കരുതി. ഒരു തോരനും കൂടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മതിയല്ലോ, മക്കളവർക്ക് നോയമ്പൊക്കെ ഉണ്ട്. പിന്നെ പനിക്കാർക്കും വേണം. അങ്ങനെ അതാ പയർ തോരനാക്കിയിട്ടുണ്ട്. സിമ്പിളായിട്ടൊരു ഊണ്. അങ്ങനെ അടുക്കളപ്പണിയെല്ലാം ഒതുക്കിയതിന് ശേഷം പിന്നെ വൈകിട്ടത്തേക്ക് വേണ്ട ജ്യൂസൊക്കെ അങ്ങ് തയ്യാറാക്കി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് മാംഗോ ജ്യൂസാട്ടോ ഉണ്ടാക്കുന്നത്. ഞങ്ങളെ വീട്ടിലെ നാടൻ മാങ്ങയാണിത്. ഞാൻ വേറൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് ഞങ്ങളെ വീട്ടിലെ മാങ്ങ, ഒട്ടുമാങ്ങ എന്ന് പറയുന്നൊരു മാങ്ങ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ഈത്തപ്പഴവും കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം, അണ്ടിപ്പരിപ്പും. പിന്നെ ഇതിലേക്ക് ഞാൻ 10ൻ്റെ ഒരു കവർ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാലായാലും മതി, പക്ഷെ പാൽപ്പൊടി ഇടുന്നതാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് പാൽപ്പൊടി ഇട്ടെന്നേ ഉള്ളൂ. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇനി നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. സൗണ്ട് കറക്റ്റായിട്ട് വന്ന് തുടങ്ങിയിട്ടില്ല, കുറച്ചും കൂടെ ശരിയാവാനുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ആ ജ്യൂസ് നല്ല കട്ടിക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടി നമുക്ക് വേണ്ട, അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാവേ. ഈ റമളാൻ മാസം 1 മുതൽ 30 പേരുള്ള വീഡിയോസ് എടുക്കണം, അത് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷെ നമ്മൾ നിശ്ചയിക്കുന്നതിനും അപ്പുറമാണ് കാര്യങ്ങളെന്നല്ലേ. പടച്ചവനൊന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, അതേ നടക്കൂ. അപ്പം ആ ഒരു കാര്യം ഫ്ലോപ്പായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഫ്രൂട്ട് സലാഡ് കൂടെ ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് പഴവും മാങ്ങ, കിവി, മുന്തിരി, പച്ചമുന്തിരിയൊക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്ന് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ചെറുതായിട്ടാട്ടോ കട്ട് ചെയ്തേക്കുന്നത്. പനി പിടിച്ചിട്ട് ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കുന്നത് എന്താണെന്നൊന്നും ചിന്തിക്കേണ്ട. നോയമ്പുകാർക്ക് ഇതൊരു ആശ്വാസമാണ്. ചൂടത്തി തണുത്ത് എന്തെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ ശരീരം നല്ലപോലെ തണുക്കും. അതുകൊണ്ടാട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ എല്ലാ ഫ്രൂട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം. തേനില്ലെങ്കിൽ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതായാലും മതി കേട്ടോ. ഈ ആപ്പിളൊക്കെ പെട്ടെന്ന് കളർ ചേഞ്ച് വരാതിരിക്കാനൊക്കെ ആട്ടോ ഇത് നമ്മൾ ഒഴിക്കുന്നത്. ഷുഗർ സിറപ്പും നല്ലതാണ്. എൻ്റെ കയ്യിൽ തേൻ ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ ചേർത്തത്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ ചേർക്കുന്നത് കുറച്ച് ഈത്തപ്പഴം ചെറുതായിട്ടൊന്ന് മുറിച്ചതും കുറച്ച് കാഷ്യൂസും ആണ്. നിങ്ങളതിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട് ഉണ്ടോ അതെല്ലാം ചേർക്കാം. എന്ത് ചേർത്താലും നല്ലത് തന്നെയാണ്, നമ്മളെ ശരീരത്തിന് നല്ലതായിരിക്കും ഈ ഒരു ടൈമിൽ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ 2 ബോൾ ഐസ്ക്രീം ആട്ടോ എടുത്തേക്കുന്നത്. ഫാമിലി പാക്ക് ഐസ്ക്രീംസ് ആണ് സാധാരണ വാങ്ങിക്കാറ്, പക്ഷെ അതിപ്പോൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ മുതലാവത്തില്ല. കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴെപ്പോഴും ചോദിക്കും. ഈ ചെറിയ ബോൾസാണ് നമുക്ക് ഫ്രിഡ്ജിൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് സൂക്ഷിക്കാം. അവിടെ 2 ബോൾ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഐസ്ക്രീം കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ സെറ്റായിരിക്കും. തൽക്കാലം 2 ബോൾ ഐസ്ക്രീം മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. തണുത്ത് കഴിയുമ്പോൾ നന്നായിരിക്കും. പിന്നെ ഇന്ന് കായ്പോള ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ മിക്ക വീഡിയോസ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് കാണാം ഇഫ്താറിന് എന്തെങ്കിലും ഒരു പോള ഐറ്റംസ് ഞാൻ ഉണ്ടാക്കാറുണ്ട്. സിമ്പിളുമാണ്, എല്ലാവർക്കും ഇഷ്ടവും കേട്ടോ. അതുകൊണ്ടാണ് പോള ഐറ്റംസ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഓറഞ്ച് പോള, കായ്പോള, ക്യാരറ്റ് പോള, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്.
അപ്പോൾ അതാ പഴമൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇത് ബട്ടറിലാട്ടോ ഞാൻ സോട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ നെയ്യിലാണ് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇന്ന് എൻ്റെ കയ്യിൽ ബട്ടർ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വെച്ചാൽ ബട്ടറിലൊന്ന് വഴറ്റിയാൽ ആ ഒരു ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നറിയാമെന്ന് വിചാരിച്ചിട്ടോ. അതിൻ്റെ നെയ്യ് ഒഴിവാക്കിയിട്ട് ബട്ടറാണ് എടുത്തത്. ബട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല, നെയ്യ് മതി, അതാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷെ ഇത് കൊള്ളായിരുന്നു, ഒരു ബട്ടറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിക്സ് കൂടെ നമുക്ക് തയ്യാറാക്കാം. 4 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 10ൻ്റെ ഒരു പാൽപ്പൊടി തന്നെയാണ് എടുക്കുന്നത്, അതായത് 4 ടീസ്പൂൺ പാൽപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു 5 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ ഈ കായ്പോളയ്ക്കകത്ത് ഇപ്രാവശ്യം ഞാൻ 1 ടീസ്പൂൺ മൈദയും കൂടി ചേർക്കുന്നുണ്ട്. ചിലർ മൈദ ചേർത്ത് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. കൊള്ളാം, പാൽപ്പൊടി മാത്രം ചേർക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ടിരിക്കും. 1 ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഹാർഡായിട്ടുണ്ട്, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ആ മിക്സ് നെയ്യ് പുരട്ടിയ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വഴറ്റി വെച്ച ഏത്തപ്പഴം ഇട്ട് കൊടുക്കുകയാണ്. അടിയിലൊരു പാത്രം വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ, ഇല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും കേട്ടോ അടിഭാഗം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അത് വേവുന്ന സമയത്ത് നമുക്ക് ഒരു ബ്രെഡ് റോൾ ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്കുള്ള ഫില്ലിംഗ് കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇച്ചിരി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഒരു അര ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി ഒന്ന് വഴഞ്ഞിട്ട് കൊണ്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ഫില്ലിങ്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് പൊടിച്ചെടുക്കണ്ട, കുറച്ച് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മസാല ചീസ് കൂടി ഇട്ട് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ചൂട് കൊണ്ട് തന്നെ മസാല ചീസ് എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വരും. മസാല ചീസ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ചീസ് മതിയാകും. ചീസ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് എടുക്കാം. ബ്രെഡ് എടുത്ത് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ സൈഡ് കട്ട് ചെയ്യുന്നത് കളയണ്ട, നമുക്കത് ബ്രെഡ് ക്രംസ് ആക്കാം. ഇനി നമ്മൾ ചപ്പാത്തിക്കോല് കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഫ്ലാറ്റ് ആക്കി എടുത്തതിന് ശേഷം അതിനകത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാട് കുത്തി നിറച്ചൊന്നും വെച്ച് കൊടുക്കണ്ട, അത്യാവശ്യം വെച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫില്ലിങ് വെച്ചിട്ട് മൈദ കൊണ്ട് സൈഡൊന്ന് ഒട്ടിച്ചിട്ട് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതെല്ലാം സൈഡൊന്ന് ഒട്ടിച്ചെടുക്കാം. പെട്ടെന്ന് കഴിയും, സിമ്പിളാട്ടോ ഈ ഒരു ബ്രെഡ് റോൾ ഉണ്ടാക്കാനായിട്ട്. 3 സൈഡ് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ബാക്കിയുള്ളതുകൊണ്ട് കോട്ട് ചെയ്യാം. ഇനി അത് പൊരിക്കുന്ന ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ, വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം കറണ്ട് അപ്പോഴത്തേക്കും പോയി. നോമ്പ് തുറയ്ക്കുന്ന ഇരുട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് റോളും കായ്പുളയും ഫ്രൂട്ട് സലാഡും പിന്നെ പള്ളിക്കഞ്ഞിയും ജ്യൂസും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കാണ് കറണ്ട് വന്നത്. അപ്പോൾ അതാ എല്ലാവരും നോയമ്പൊക്കെ മുറിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.